So while you're shown beautiful images on TV, while you're shown the Prime Minister looking strong and powerful, what has he done to make you strong? നിങ്ങൾ പ്രധാനമന്ത്രിയുടെ അനേകം പടങ്ങളും ചിത്രങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ കാണും. വളരെ ശക്തനായ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ മാധ്യമങ്ങൾ കാണും. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ ശക്തിയുള്ളവരാക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തെ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് ചെയ്തിട്ടുള്ളത്? He has done but distract the public, divert the public's attention from real issues. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മറിച്ച് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്നത്. And he continues to do it every single day of this election campaign. അത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഓരോ ദിവസവും നരേന്ദ്രമോദി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. On the other hand, you have an MP from here, my brother Rahul, who has done nothing but fight for you. ഇവിടെ നിന്ന് ഒരു ജനപ്രതിനിധിയുണ്ട്, എൻ്റെ സഹോദരൻ. അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്നറിയോ? നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുക മാത്രം ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് മറുവശത്ത് നിങ്ങൾക്കുള്ളത്. They called him all sorts of names. They abused him every day. They spread lies about him. They made videos on social media lying about him. They continue to do it every single day, but he did not stop. അത് മാത്രമല്ല, അവരെന്താണ് ചെയ്യുന്നത്? ഓരോ ദിവസവും അദ്ദേഹത്തെ അവർ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ്, അദ്ദേഹത്തെ പല പേരുകൾ വിളിക്കുകയാണ്. അവരെല്ലാവരും കൂടി അദ്ദേഹത്തെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പോരാട്ടം അദ്ദേഹം ഒരിക്കലും നിർത്തിയിട്ടില്ല. They put false cases against him in every corner of this country, in Gujarat, in Bihar, elsewhere, so that they should harass him as much as they could. അദ്ദേഹത്തെ എത്രയധികം വേട്ടയാടുന്നതിനും വേദനിപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിനെതിരെ ഗുജറാത്തിലും ആസാമിലും അങ്ങനെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം അവർ വ്യാജമായ കേസുകൾ. Called his martyred father a traitor to this nation. They called his martyred grandmother traitor to this nation. They called his grandfather, great grandfather names. അത് മാത്രമല്ല, രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ അദ്ദേഹത്തിന്റെ അച്ഛനെ അവർ ഈ രാജ്യത്തെ വഞ്ചിച്ച ആളെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത അദ്ദേഹത്തിന്റെ മുത്തശ്ശിയെ അവർ വഞ്ചകരെന്ന് വിളിച്ചു. അത് മാത്രമല്ല, ഈ രാജ്യത്തിന് വേണ്ടി ജീവിച്ച അദ്ദേഹത്തിന്റെ അവർ വഞ്ചകരെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. They called his mother names. They attacked his family, but he did not stop fighting for you. മാത്രമല്ല, അവർ അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിച്ചു, അദ്ദേഹത്തിന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു. പക്ഷെ ഇതെല്ലാം നടന്നിട്ടും ഒരിക്കലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം ഒരിക്കലും അവസാനിപ്പിച്ചിട്ടില്ല. With truth and humility and love in his heart, he walked from Kanyakumari to Kashmir, and he traveled from that we are a united nation, that we must fight for that democracy is not destroyed in our country. തന്റെ ഹൃദയത്തിൽ സ്നേഹവും സത്യവുമായി ഈ കാശ്മീരിൽ അദ്ദേഹം നടന്നു. ഗുവാഹട്ടി മുതൽ ഗുജറാത്ത് വരെ അദ്ദേഹം നടന്നുകൊണ്ട് അദ്ദേഹം ഈ രാജ്യത്തോട് പറയുകയായിരുന്നു, സ്നേഹത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു രാജ്യം ഒറ്റ വിഷയത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന്, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെന്ന് ഹൃദയത്തിൽ സ്നേഹവുമായി രാജ്യം മുഴുവൻ നടന്ന് അദ്ദേഹം നമ്മളോട് പറയുകയായിരുന്നു. They threw him out of parliament. They threw him out of his house. He still did not stop fighting for you. അവർ അദ്ദേഹത്തെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അവർ അദ്ദേഹത്തെ പുറത്താക്കി. ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് അദ്ദേഹം അവസാനിപ്പിച്ചില്ല.